പ്രിയമുള്ളവരെ, എവർക്കും സ്നേഹാശംസകൾ. പുതിയൊരു വനിതാ ദിനവും കടന്നുപോയി. 2024 മാർച്ച് 8 ആഘോഷിക്കുന്ന അന്താരാഷ്ട്ര വനിതാ ദിനം സ്ത്രീകളുടെ നേട്ടം ആഘോഷിക്കാനുള്ള ഒരു ദിനം മാത്രമല്ല, ലിംഗ സമത്വത്തിനായുള്ള ഒരു ആഹ്വാനം കൂടിയാണിത്. മാത്രമല്ല, സമത്വത്തിനു വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളെയും ലോകമെമ്പാടുമുള്ള തുടർവാദത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ആവശ്യകതയെയും ഇത് എടുത്തു കാണിക്കുന്നു. ഐക്യരാഷ്ട്രസഭ 1975 ഈ ദിനം ആഘോഷിക്കാൻ തുടങ്ങി. രണ്ട് വർഷത്തിന് ശേഷം 1977 UN ജനറൽ അസംബ്ലി അംഗരാജ്യങ്ങളെ മാർച്ച് 8 സ്ത്രീകളുടെ അവകാശങ്ങൾക്കും ലോക സമാധാനത്തിനുമായുള്ള UN ദിനമായി പ്രഖ്യാപിക്കാൻ ക്ഷണിച്ചു. സർവദേശീയ മഹിളാ ദിനത്തിൻ്റെ 114ാം വാർഷിക ദിനമായാണ് വനിതാ ദിനം ആഘോഷിക്കപ്പെടുന്നത്. സ്ത്രീകൾക്കായി നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക, ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച പുതിയ ആശയം. വർഗസമരത്തിൻ്റെ ഭാഗമായി സ്ത്രീ സമൂഹം മുന്നേറാനും പോരാടാനും തയ്യാറാക്കിയ ചരിത്രത്തിൻ്റെ ഓർമ്മക്കാണ് മാർച്ച് 8 നിലകൊള്ളുന്നത്. 1857 അമേരിക്കയിലെ വസ്തു നിർമ്മാണ തൊഴിലാളികളായ സ്ത്രീകളാണ് ആദ്യ വനിതാ ദിനത്തിന് തുടക്കം കുറിച്ച് ന്യൂയോർക്ക് നഗരത്തിലൂടെ കുറഞ്ഞ മണിക്കൂർ ജോലിക്കും മെച്ചപ്പെട്ട വേതനത്തിനും വേണ്ടി മാർച്ച് നടത്തിയത്. ബ്രെഡ് ആൻഡ് റോസസ്, അപ്പവും പനിനീർ പുഷ്പവും എന്ന മുദ്രാവാക്യമായിരുന്നു അവർ ഉന്നയിച്ചത്. ബ്രെഡ് സാമ്പത്തിക സുരക്ഷയുടെ പ്രതീകവും റോസാപ്പൂവ് നല്ല ജീവിതത്തിൻ്റെ പ്രതീക്ഷയുമായിരുന്നു. 1868 സ്ത്രീകളുടെ വിഷയങ്ങൾ ഇൻ്റർനാഷണലിൽ ഉന്നയിക്കുകയും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ അവകാശങ്ങൾ ട്രേഡ് യൂണിയനുകളിൽ ഉണ്ടാവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. സ്ത്രീകൾ ട്രേഡ് യൂണിയനുകളിൽ അംഗത്വമെടുക്കുകയും അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയും ചെയ്തു. പിന്നീട് ആയിരക്കണക്കിന് സ്ത്രീകൾ ട്രേഡ് യൂണിയനുകളിൽ ചേർന്നു. ഐതിഹാസികമായ 1871 പാരീസ് കമ്മ്യൂൺ പോരാട്ടത്തിലും സ്ത്രീകളുടെ ജീവൻ സമർപ്പിക്കപ്പെട്ടു. പട്ടിണിക്കാരുടെയും ദരിദ്രരുടെയും രാജ്യമാണ് ഇന്ന് ഇന്ത്യ. 53% സ്ത്രീകൾ വയറ് നിറയെ ആഹാരം കഴിക്കാനില്ലാത്തവരാണ്. 57% സ്ത്രീകൾ വിളർച്ച മൂലം ദുരിതമനുഭവിക്കുന്നു. സ്ത്രീകളുടെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിക്കാൻ ബാധ്യസ്ഥരായ ഭരണാധികാരികൾ സ്ത്രീവിരുദ്ധ പ്രത്യയശാസ്ത്രങ്ങളുമായി മുന്നോട്ടു പോകുന്നതിൻ്റെ ഉദാഹരണമാണ് വനിതാ സംവരണ നിയമം. ഇന്ന് സ്ത്രീ എവിടെയെത്തി? അവളുടെ സുരക്ഷ, ജീവിതം, വിവാഹം, സാമ്പത്തികം തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണം? ഇന്ത്യയിലുൾപ്പെടെ സ്ത്രീകൾക്ക് നേരെ അരങ്ങേറുന്ന കുറ്റകൃത്യങ്ങളിൽ ലോകം നടുങ്ങി നിൽക്കുമ്പോഴാണ് പുതിയ ഒരു വനിതാ ദിനം കടന്നുപോയത്. വിദ്യാഭ്യാസ നിലവാരത്തിലും സാമ്പത്തിക കാര്യത്തിലും സ്ത്രീകൾ ഒരുപാട് മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും ഇവർ സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതരല്ല എന്ന റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ്. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ
നിരവധി ചൂഷണങ്ങൾക്ക് ഇന്നും ഇവർ ഇരയായി വരികയാണ്. ലൈംഗിക വൈകൃതങ്ങൾക്ക് സ്ത്രീകൾ മുതൽ പിഞ്ചുകുഞ്ഞുങ്ങൾ പോലും ഇരകളായി മാറുന്നു. എല്ലാ രംഗങ്ങളിലും മാറ്റം ഉണ്ടാകുന്നത് പോലെ സ്ത്രീയോടുള്ള സമൂഹത്തിൻ്റെ ചിന്താഗതിയിലും മാറ്റം വരണം. നിയമത്തിനും ശിക്ഷക്കുമൊപ്പം സ്ത്രീകളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും പൊറുക്കാനും കഴിയുന്ന മനുഷ്യ സമൂഹം നമുക്കിടയിൽ വേണം. ലോകത്തിനു മുൻപിൽ സ്ത്രീ സുരക്ഷയുടെ പേരിൽ നമ്മുടെ രാജ്യത്തിനും മാതൃക ആവാം. ഏവർക്കും ഹൃദയം നിറഞ്ഞ വനിതാ ദിനാശംസകൾ. പകരുക നിങ്ങളിലെന്നും പതറാത്ത വിശ്വാസങ്ങൾ, താങ്ങായി തണലായി സ്നേഹമായി തീ